ഇവിടെ ആരും എഴുന്നേറ്റില്ലേ? എങ്ങനെ എഴുന്നേക്കാനാ? രാത്രി മുഴുവൻ മൊബൈലിൽ പണിയാ. കോളിംഗ് ബെല്ല് അടിക്കാം. ഇന്ന് 10 കൂടുതൽ പൂണ്ടല്ലോ. എന്റെ ഭാര്യ കൊണ്ട് വെച്ചിട്ട് പോയതാ. എടാവേ, അപ്പൊ ഭാര്യക്ക് നിന്നോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നോ? സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ജീവിച്ചിരുന്നപ്പോ അവള് കട്ടിലിന്റെ താഴെ ഒരു കട്ടൻ ചായ പോലും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവൾ പൂ കൊണ്ട് വെച്ചേക്കുവാ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പൂക്കച്ചവടക്കാരനായിട്ട് ലൈനായിട്ടുണ്ടാവും പുള്ളിക്കാരത്തി. അവനെ ഞാൻ ശരിയാക്കും. ഞാൻ എന്ത് ചെയ്യും? കൊല്ലും ഞാൻ അവനെ. കൊല്ലും ഞാൻ. ആത്മാവാടാവേ, ഒന്നും ചെയ്യാൻ പറ്റൂല. ഓ, നേരാണല്ലോ. നേരാണല്ലോ. എന്നെ എന്തിനാ വിളിച്ചെടുപ്പിച്ചത്? അത് എന്നെ ഉറക്കാൻ നീ കിടന്ന് ഉറങ്ങണേ. അതിന് ഉറങ്ങിയിട്ട് വേണ്ടേ? ഉറങ്ങാൻ നീ എന്നെ എടുക്കുവേ നിന്റെ അകത്ത്. നമ്മുടെ സെക്യൂരിറ്റി ഇല്ലേ, ആ പുള്ളിക്കാരെ സ്മോളും കൊണ്ടുവന്ന് വെച്ച് ടച്ചപ്പിന് ബർഗറും കൊണ്ടുവന്ന് വെച്ച് അടിച്ച് ഇതിന്റെ മുകളിൽ കിടക്കുമല്ലേ. പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങും? ബർഗറാന്ന് എങ്ങനെ മനസ്സിലായി? ടച്ചപ്പ അകത്ത് കിടന്ന കേക്കാലോ, ബർഗറിന്റെ ഗിറുന്നുള്ള ഒച്ച. അങ്ങനെയാണ് മനസ്സിലായി. പിന്നല്ലാതെ ഞാൻ പറയട്ടെ, നമ്മൾ എത്ര നാളെ ഇവിടെ വന്നിട്ട്? നമ്മള് വന്നിട്ട് 10-12 വർഷമായി. ഇന്നലെ ഒരുത്തം വന്ന് എന്റെ അടുത്ത് ഒരു ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ടാ പോയെ. എന്നാ പറഞ്ഞേ? എന്റെ മുമ്പിൽ അവൻ മുണ്ടും പൊക്കി കുത്തിക്കൊണ്ടൊരു ഒറ്റ പോക്ക്. അതിനിപ്പോ മുണ്ടും കുത്തി പൊക്കിക്കൊണ്ട് പോയി. സീനോട്ടിക്ക് ഒരു ബഹുമാനം വേണ്ടേ? അതിനിപ്പോ എന്നാ? നിനക്ക് എന്താ പറ്റിയത്? മുണ്ട് പൊക്കി കുത്തിയിട്ട് എനിക്ക് കുഴപ്പമില്ല. അടിയിൽ നിൽക്കണോ നമ്മളെ? ഞാൻ ചോദിച്ചോട്ടെ, ഈ ചത്ത കളിക്ക് എന്തിനാണ് കൂട്? എന്റെ കാര്യമുണ്ടോ? അതവനെ അറിയായിരിക്കും. അറിയാം. പക്ഷേ ഇവിടെ മാത്രമേ ഇങ്ങനൊരു ഏർപ്പാടുള്ളൂ. ഇങ്ങനെ പുതിയ വരുന്നവന്മാരെ എന്താണെങ്കിലും ഒന്ന് റാഗിങ് ചെയ്യണം. പുതിയതാരും ഒന്നും റാഗില്ല. പുതിയ വരും. എന്താ എന്റെ പേര്? എന്താ എന്റെ പേര്? എന്റെ പേര് സിബി. വട്ടപ്പേര് പറ. വട്ടസിബി. കയ്യിലൊക്കെ കൊള്ളാം. നാളെ വരുമ്പോ ഈ മൂക്കിലെ പഞ്ഞ് കാണരുത്. മൂക്ക മനസ്സിലായോ? ഇത്രയും കേസല്ലേ ഉള്ളൂ. ഇത്രയും കേസുള്ളൂ. ഇന്നലെ മുണ്ട് കുത്തിയത് പുള്ളി അറിഞ്ഞെന്ന് തോന്നുന്നു. ഒന്ന് പാൻറ്റായിക്കൊണ്ട് വന്നേക്കുക. നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ച് കഴിയേണ്ട ആൾക്കാരല്ലേ? നമ്മളെ ഒന്നിച്ച് ചേട്ടായി ഒന്നുമില്ല. അല്ല, നമ്മളൊക്കെ ഒന്നിച്ച് കഴിയേണ്ടവരല്ല. നമ്മളൊരു ഐക്യത്തിൽ പോകണല്ലോ. നമ്മൾ ചെറിയ റാഗിങ്ങും റാഗിങ് ഉണ്ട്. നീ ഈ പറപ്പനെ അയച്ചു മാറ്റി. ചേട്ടാ അങ്ങനെ പറയല്ലേട്ടേ. നീ പറപ്പയച്ച ആദ്യം അയക്കാ ഷർട്ട്. എന്തിനാ അവിടെ പെണ്ണുങ്ങൾ സിമിത്തേരിയുണ്ട്. അവിടെ പെണ്ണുങ്ങൾ കാണുന്നു. സ്ത്രീകളുടെ ആത്മാവ് കാണാൻ ജാൻസിയൊക്കെ മിനിഞ്ഞാന്ന് വന്നോളൂ. ഞാനല്ല വണ്ണേ. അയ്യോ, നിന്നെ അറിഞ്ഞില്ലടാ. നീ ഇവിടെ തന്നെ വരേണ്ടവനാണ്. പറയാമോ? കൂടപ്പുറപ്പുകളൊക്കെ തിരിച്ചു കിട്ടിയൊരു സന്തോഷം. ചോദിക്കട്ടെ, കാര്യങ്ങൾ ചോദിക്കട്ടെ. നീ എങ്ങനെയാണോ മരിച്ചേ? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. നേഴ്സറിയുള്ള കാലം മുതലുള്ള പ്രേമമല്ല. നേഴ്സറിലൊക്കെ പ്രേമമുണ്ടോ? അല്ല, ആ നേഴ്സറി അല്ല, പിന്നെ ഈ റബ്ബർ നേഴ്സറിയില് അവിടെ ജോലി ചെയ്യുമ്പോൾ പ്രേമമായിരുന്നു. അതെ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവരെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ആണോ? അവരുടെ വീട്ടുകാർ സമ്മതിക്കാതെ വന്നപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ വന്ന് വിഷമിച്ച് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം, മരിക്കുമ്പോൾ ഒന്നിച്ച് മരിക്കണം, അങ്ങനെ ഇരുന്നായിരുന്നു. ഞാൻ പിന്നെ എന്റെ ജീവൻ അങ്ങ് ഒടുക്കി. ഈ പെണ്ണെങ്ങാണ്ടായിരുന്നു? പെണ്ണ് സുന്ദരിയാ. നമ്മുടെ ആപ്പിളിന്റെ കവിള്, ഈ തൊണ്ടിപ്പടത്തിന്റെ ചുണ്ട്, നല്ല മുന്തിരിങ്ങ പോലത്തെ കണ്ണ്, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ എന്ത് രസമാണ്. പൂമ്പടത്തിന്റെ കളറ്. നീ റബ്ബർ നേഴ്സറിൽ വെച്ചാണ് കണ്ടത് അതോ ഫ്രൂട്ട്സ് കടയിൽ വെച്ചാണ് സാധനം കണ്ടത്? അല്ല, ഞാൻ കണ്ടത് മറ്റേ റബ്ബർ നേഴ്സറിൽ വെച്ചാണ്. വർണ്ണിച്ചപ്പോ ഫ്രൂട്ട്സ് കട കയറി വന്നു. അത് ചേട്ടൻ എങ്ങനെയാ വിളിച്ചേ? ഞാനോ? അത് ഞാൻ പറയാം. പറയാനുള്ള ചേട്ടൻ പറയാനുള്ള അവകാശമുണ്ട്. ചേട്ടൻ മരിച്ചെങ്ങനെ? ചേട്ടൻ പറ.
ചുംബന സമരത്തിൽപ്പെട്ട മരിച്ചേ. അയ്യോ, ആസ്വദിച്ച് മരിച്ച മനുഷ്യനാട്ടോ, ആസ്വദിച്ച് മരിച്ച മനുഷ്യൻ. തുണ്ടെന്ന് കാണിച്ചേ. ഉമ്മ വെച്ച് ശ്വാസം മുട്ടി മരിച്ചു അല്ലേ? പോകരുത്. പിന്നെ എങ്ങനെ മരിച്ചേ? ചുംബന സേവനം നടക്കുമ്പോ ഇവന് കാണാൻ പോയതാ. പോലീസ് ഓടിച്ചപ്പോ ഇവൻ തിരിഞ്ഞു നിന്ന് ഓടിയതാ. തേക്കും റബ്ബറിന്റെ ഒറ്റ ഇടിയാ. അവിടെ കിടന്നങ്ങ് മരിച്ചു. ഉമ്മ കൊടുത്തു, തേക്കിനും റബ്ബറിട്ടും. അത് ശരി, അങ്ങനെ മരിച്ചേ. ചേട്ടൻ എങ്ങനെ മരിച്ചേ? കഴുത കളിക്കാൻ പോയപ്പോ പന്നി വലത്തിയതാ. അതെന്നാ പണിയാണ്? കഴുത കളി എന്ന് പറഞ്ഞ ഒരു കളി, അതെ. പന്നി വലത്തെന്ന് പറഞ്ഞ വേറൊരു കളി. അതെ, ഈ രണ്ട് കളികൾ ചേട്ടൻ ഒന്നിച്ച് കളിച്ചാണോ മരിച്ചത്? എന്നാ പറ്റിയ സത്യം പറ. സംഭവം കുറ്റിക്കാട്ടിരുന്ന് ഞങ്ങൾ 4-5 പേരോട് കഴുത കളിക്കുമായിരുന്നു. അപ്പൊ ഒരു പന്നി വന്ന്, കാട്ടുപന്നി വന്ന് കുത്തി മലത്തിയിട്ട് അങ്ങ് പോയി എന്നെ. അങ്ങനെ മലത്തി? അങ്ങനെ പറ്റിപ്പോയതാ. അങ്ങനെ പന്നി മലത്തി. അയ്യോ, ഇതുപോലെ സുഖമുള്ള ജോലി രാത്രി 8 മണിയാകുമ്പോ പെണ്ണുമ്പിള്ള വിളിക്കാൻ വരില്ല, പിരിവുകാർ വരില്ല, ആരും ശല്യം ചെയ്യാൻ വരില്ല. ഇതുപോലൊരു സുഖം വേറൊരു പണിക്കും കിട്ടൂല. എല്ലാവരുടെ വിചാരം ഇവിടെ ഭയങ്കര പേടിയാണ്, യക്ഷിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നമുക്ക് കുറച്ച് പേടി വന്നാൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. 2 വരി അങ്ങെടുത്ത് വായിക്കുക, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച്. എല്ലാ ഭയവും അങ്ങ് പോകും. പ്രാർത്ഥിക്കാനുള്ള പരിപാടി പുള്ളി. പ്രാർത്ഥിക്കട്ടെ. വയറാണുള്ളത്. എൻ്റെ പേര് ജോർജ്, 27 വയസ്സ്. അച്ഛനുമില്ല, അമ്മയുമില്ല. ഞാൻ MBBS വരെ പഠിച്ചു. എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അമ്മാവനായിരുന്നു. അമ്മാവനും മരിച്ചു. അമ്മാവൻ്റെ മരണശേഷം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ഗഫൂർക്ക എന്നെ ഒരു വീട്ടിൽ ജോലിക്ക് നിർത്തി. ആ വീട്ടിലാണെങ്കിൽ ഒരു മദാലസയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പെട്ടെന്ന് വായിക്കത്. മദാലസ. ഞാൻ ആ വീട്ടിൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. വീട്ടിൽ പോവാൻ നേരം ആ ചേച്ചി എന്നോട് ചോദിച്ചു, ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ എന്ന്. പറയണം. ആ ചേച്ചി പൊന്ന്. എന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം. പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു പോകുന്നില്ല എന്ന്. എന്തെങ്കിലും നടക്കൂടെ? ബാക്കി വായിക്കും. ഞാൻ രാത്രി ഉമ്മറത്തിരുന്നപ്പോൾ ചേച്ചി കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവുകയാണ്. സംഭവം അങ്ങോട്ടാ വന്നെ. എന്റെ മനസ്സിൽ ഏതോ ഒരു പിശാച് കടന്നുകൂടി. വേണോലോ. ഞാൻ ചേച്ചി കുളിമുറിയിൽ പോകുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ അടുക്കളയിൽ പോയി. എന്നാ പോക്കാ പോയത്? അടുക്കളയിലേക്ക് പോയി. ബാത്റൂമിലേക്ക് പോകണത് അടുക്കളയിലേക്കാണോ ഈ സമയത്ത് പോണത്? അടുക്കളയിൽ പോയി ഒരു പഴം എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുളിമുറിയിൽ നിന്നും ഒരു ഒച്ച, ഒരു സൗണ്ട്, ഒരു വിളി. ആ പുള്ളിക്കാരത്തേക്കുണ്ട് വികാരമൊക്കെ. ഞാൻ അവിടെ നിന്ന് ഓടി നേരെ കുളിമുറിയുടെ ഫ്രണ്ടിൽ ചെന്നു. ഡോറിനടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? വെള്ളം അർപ്പിക്കാതെ പറങ്ങോട്. എന്നാ മനുഷ്യനാവി അത് അത്രയും വരെ കൊണ്ടുവന്നെത്തിച്ചിട്ട് അത് മുഴുവിപ്പിക്കാതെ. ഇതാണ് ഈ മദ്യത്തിന്റെ പ്രശ്നം. ഒന്നും അവൻ മുഴുവിപ്പിക്കത്തില്ല. ഇവൻ പിന്നെ എങ്ങനെ വീട്ടിൽ പോവും? അതെ, ഇപ്പൊ വെറുതെ വീട്ടിൽ പോട്ടെന്ത് കാര്യം? കുളിമുറിയുടെ ഡോറിൽ ഡോറ് തള്ളി തുറന്നങ്ങ് കേറാളിയാ. വെള്ളം അടിക്കുക. ഇവൻ എന്താടാ ഇരുന്ന് ഈ കാണുന്നത്? ഇവനുണ്ടല്ലോ, ഇവനെയൊക്കെ തല്ലി കൊല്ലണവനെ നാളീനെ. നീ നിന്റെ പെട്ടി വേഗം പോയി കിടന്നു. കല പിടിക്കുന്ന നേരം പിടിപ്പിച്ചാലോന്ന് ഞാൻ ആലോചിക്കണം. കിടക്കല്ലേളിയാ, കിടക്കല മുച്ചിട്ട് ഭർത്താവ് പറഞ്ഞിട്ട് കിടക്കാം. എന്നാലും അവൻ കണ്ടത് എന്തായിരിക്കും? പുസ്തകമായിരിക്കണം. കണ്ടത് എന്താണെന്ന് വായിക്കാതെ അങ്ങോട്ട് എടുക്ക. വായിക്കാതെ ഉറക്കം പിന്നല്ല ദേഷ്യം വരില്ലേ?
നമ്പർ എത്ര പോയല്ലോ? 13. 14. 13 14 നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കേൾക്കത്തില്ല. പിന്നെ എന്നാ? എന്റെ പേര് ജോർജ്. അവൻ ഒന്നേന്നോ തുടങ്ങുവാണല്ലോ. 27 വയസ്സ്. അത് കേട്ടതാണ്. എന്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. നിന്നെ കൊണ്ട് ഒരാൾ പണിക്ക് നിർത്തി. ആ വീട്ടിലെ ചേച്ചി കുളിക്കാൻ പോയി. നീ എങ്ങനെയാണ് അച്ഛനമ്മ എന്താവണത്? അതിന്റെ അവിടെ ചെന്ന് നിന്നു. ഇതൊക്കെ അല്ലടാവേ. അത് കഴിഞ്ഞിട്ട് എന്നാന്ന് പറ. നിന്നെ കൊല്ലണം ആദ്യം. ഇത് നേരത്തെ വായിച്ചതല്ലേ? അതല്ല ഞങ്ങൾ ഈ പറയണത്. കണ്ടു. അതാണ് ലാസ്റ്റ്. ചെന്ന കണ്ട കാഴ്ച എന്തായിരുന്നു? അതാടാ. അതറിയാനാ ഞങ്ങൾ ഈ ചോദിക്കണത്. അവന്റെ കണ്ണുകൾ ചുമക്കും എന്ത് കാര്യത്തിന് കേറി ചെല്ല്. ചുമക്കും. വേണ്ട നാളായി. നേരത്തെ ഉണ്ടല്ലോ ഇവനെ കൊന്നിട്ടായിരുന്നു ഞാൻ ചാവുള്ളൂ. അറിയാമോ? ഈ നശിച്ചവനെ കൊന്നിട്ട്. അവന്റെ തന്തയും തള്ളയും ചത്തുന്നത്. ഇവനായിരുന്നു ആദ്യം ചാവേണ്ടത്. അവൻ അങ്ങ് പോയി. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഡേസി 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 ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനെ കല്യാണം കഴിച്ചാൽ. ഞാനും കെട്ടിയാലേ. അങ്ങനെ പറ്റൂല. അതിനെ പറ്റിയല്ല. ഞാൻ കെട്ടുമായിരുന്നു. ഞാൻ കെട്ടും. എന്റെ അണ്ണന്മാരെ അങ്ങനെ പറയല്ലേ. ഇതാരാന്നറിയോ? ആരാ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിച്ച പെണ്ണെന്ന് പറഞ്ഞില്ലേ? അവൾ എന്തെങ്കിലും എന്നെ കാണാൻ വരുന്നു പറഞ്ഞില്ലേ? അവൾ എന്നെ കാണാൻ വന്നേക്കണ അറിയാവോ? നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. സോറി പറ അല്ലേ. ഉണ്ടോ? അവൾ എന്നെ അന്വേഷിക്കാ. ഇവിടെ നീ എവിടാ? ഇവിടെ ഉണ്ട്. നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും നീ പറയുന്നേ? മോളെ ഇവിടെ നിപ്പുണ്ട് നിന്റെ എല്ലാമായ ചേട്ടൻ. നീ എന്താ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നേ? മറിഞ്ഞു നിക്കലടാ. കിടക്കുന്നു നിന്റെ ആള്. എടുത്തോ. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുവാ. നീ ഒന്ന് വേഗം വാ. വാ തുറന്നങ്ങ് പറയടാ. വന്നുടി. ഇവിടെ റേഞ്ച് ഇല്ലാന്ന്. റേഞ്ച് കിട്ടുന്നില്ല. ഇത് എവിടെയും നിൽക്കുന്നേ? ഹലോ എബി, നീ എവിടെയാ? എബിയോ? നിന്റെ പേര് എബീന്നാണോ? അല്ല, ഞാൻ എന്റെ പേര് സിബി എന്നല്ല വിളിച്ചേ. അല്ലല്ല, സിബി എന്നായിരിക്കോളൂ. സിബിനെ വിളിക്കോളൂ. എബി ചുമ്മാ എന്നെ പറ്റിക്കല്ലേ. എബി നീ എന്റെ മുന്നിൽ വരുന്നുണ്ടോ? എബി എവിടെ വരുന്നുണ്ടോ? എബി എബി എലീന എബി എലീന എബി എലി എബി എലി. പേരൊന്ന് മാറ്റി പിടിക്കണ ഇവനാ എലി. ശരിക്കും തോപ്പന്റെ കൂടെ തലയും വെച്ചോണ്ട് വന്ന് നിൽക്കുക പ്രാന്തൻ. വെരി നൈസ്. എന്റെ സങ്കല്പത്തിലുള്ള അതേ ആള്. എലീന, ആ എന്റെ ഫേസ്ബുക്കിലെ ഫോട്ടോ ഷാരൂഖ് ഖാന്റെയാ. ആ പക്ഷെ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? അയ്യോ, ഒരു ഇച്ചിരി പോന്ന മാറ്റം. ശരിക്കും ശരിക്കും. ഒരു മിനിറ്റ്. അയ്യോ, വിഷമിക്കണ്ട എബി, വിഷമിക്കേണ്ട കാര്യമില്ല. ഷാരൂഖ് ഖാനെ പോലെ തന്നുണ്ട്. മണ്ടേ ഇവിടെ സൂചിപ്പിക്കാൻ പിടിക്കുക അറിയാവോ? ആണോ? എന്നെ കണ്ട് ഇവിടെ ഞാൻ ചാവുന്നവർ ഇവിടെ എന്നോട് പറഞ്ഞോളൂ. അരവിന്ദ് സ്വാമിയാണ്. അറിയാവോ? അരവിന്ദ് സ്വാമിന്നായിരിക്കില്ല. അതെ കറക്റ്റ് അരവിന്ദ് സ്വാമി. അത് അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് കറക്റ്റാ. അരവിന്ദ് സ്വാമി പോലെ ഉണ്ട്. അങ്ങനെ കറക്റ്റാ. ചിലപ്പോഴൊക്കെ ഇവള് അങ്ങനെയും പറയും, നല്ല കാര്യവും പറയും. സത്യവും. ഈ ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നമ്മൾ ഒരുമിക്കും. ഈ ജന്മം തീർത്തിട്ട് നീ ഇങ്ങോട്ടല്ലടി പറഞ്ഞ. നിന്നെ ഇവിടെ കിട്ടിയാൽ വലിച്ചു കീറും നിന്നെ ഞാൻ. അന്നേരം നീ ഈ ജന്മം കഴിഞ്ഞ അടുത്ത ജന്മദിനം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. എന്റെ എബി എന്ത് വേണേലും ചോദിച്ചോ. എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചോ. അല്ല, ആരെങ്കിലും ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു? ഒരു പുരുഷൻ പോലും ഇന്നേ വരെ എന്നെ സ്പർശിച്ചിട്ട് പോലും ഇല്ലേ ബി? എന്റെ ദൈവമേ, എന്നാ നുണയായി ഇവള് പറയണമെന്ന് ആലോചിച്ച്. എന്റെ പോലെ ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, മൂന്നാർ ഇവിടെയൊക്കെ ലോഡ്ജിൽ പോയി 6 മാസം താമസിച്ചു തന്നെ ഭജന ഇരിക്കാൻ വേണ്ടിയായിരുന്നു എന്റെ ഒന്ന് സുഹൃത്തെ. നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? വേറെ എത്ര സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്ന് എന്നെ കാത്തിരിക്കാൻ സമയമുള്ളൂ. പാർക്കുണ്ട്, ബീച്ചുണ്ട്, എല്ലാ സ്ഥലങ്ങളും എല്ലാം ഉണ്ടല്ലേ. ഇതെന്തിനാ ഈ ശ്മശാനം? അതെന്താന്നറിയോ? ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയാൽ അവിടെയൊക്കെ ആൾക്കാരുടെ ശല്യമായിരിക്കും. ഇതിപ്പോ ഈ ശ്മശാനത്തിൽ ആരും വരത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് എബിയെ കൊണ്ടൊന്ന് സത്യം ചെയ്യിക്കണമായിരുന്നു. സത്യം? സത്യം ഇങ്ങനെ ചെയ്യിക്കാനല്ല. പിന്നെ എബി ഭയങ്കര നോട്ടിയാണല്ലോ. എബി ഇങ്ങനെ ചിരിക്കല.
പേടിയല്ല പേടി തീർച്ചയായും ഞാൻ സത്യം ചെയ്യിക്കാം. അതല്ല ദേ ആ കാണുന്നില്ലേ അതെന്റെ മുത്തശ്ശന്റെ കല്ലറയാണേ. എവിടെ? ആ കാണുന്നില്ലേ അത്. അപ്പൊ എന്റെ മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് എബി എനിക്ക് സത്യം ചെയ്ത് കാണണം. ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലാത്ത എന്നെ എബി കൈവിടില്ല എന്ന് എനിക്ക് സത്യം ചെയ്യണം. തീർച്ചയായും ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. മാനമേ ഒരു രാഗമേഘം താ കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ. അവന്ന തലയെക്കെട്ടുണ്ടല്ലോ ഇപ്പൊ തന്നെ വെള്ള തലക്കെട്ടാവുക ഇവിടെ വട്ടം കേട്ടോ. അവൻ അടുത്ത മാസം ഇങ്ങ് വരും. അവൻ അടുത്ത മാസം കൂടി വരും. ഇതൊക്കെ മനസ്സിലാക്കിയാ മതി. നീ എന്തിനേക്കാണ് നീ എണ്ണി പറക്കണത്? അല്ലല്ല നമ്മൾ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ടാണല്ലോ നമ്മൾ സ്നേഹിച്ചത്. ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ വരും നമ്മൾ ഓർത്തില്ലല്ലോ. എടാ നീ സംസാരിക്കണം. നീ ആത്മഹത്യ ചെയ്തല്ലേ? ആത്മഹത്യ ചെയ്തോ? ആണല്ലോ. ആണത്. നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആത്മഹത്യ ചെയ്താണോ? ഇല്ല. നിന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് നീ ആത്മഹത്യ ചെയ്തത്? അല്ലല്ല. നിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണോ ആത്മഹത്യ ചെയ്തത്? ആർക്കും വേണ്ടിയിട്ടല്ല. പിന്നെ നീ ആർക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തത്? അല്ല എന്റെ ജീവിതം ഇങ്ങനെ പൊക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ കേട്ടെ, ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും അല്ലാതെ പ്രേമ മണ്ണാങ്കെട്ടാന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്ന മണ്ടന്മാരും മണ്ടികളും ഉണ്ടല്ലോ ഈ നാട്ടില്. അവരൊന്ന് മനസ്സിലാക്കട്ടെ ഇത്. ജോർജ് 27 വയസ്സ്. നമുക്ക് ഇതൊക്കെ ഉള്ളടാവേ. വായിക്ക്. മോഹമുന്തിരി വാറ്റിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരിയും മധുര